my dear friends, welcome back to Xylem Learning. Aruma Miss ആണ്. അപ്പോൾ എല്ലാവരും USSന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ടോപ്പിക്കുകൾ USS എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ മാത്രമല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ടോപ്പിക്കുകൾ USS എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ടീച്ചർ നിങ്ങളെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാണിച്ചു തരാം. ആ ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പൊ നമ്മൾ കാണുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിക്കേ. ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് മീഡിയം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ താപപ്രേക്ഷണം അല്ലെങ്കിൽ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് നിങ്ങൾ USS എക്സാമിന്റെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ഒരു ഏരിയ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ 3 മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് 3 മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ചാലനം, സംവഹനം, വികിരണം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇതാണ് 3 തരത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തേത് നമുക്ക് നോക്കാം അല്ലെ. ചാലനമാണ് ആദ്യത്തേത്. അപ്പൊ ചാലനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചാലനത്തില് അല്ലെങ്കിൽ കണ്ടക്ഷന്റെ അകത്ത് അവിടെ മോളിക്യൂൾസിന്റെ ചലനം സംഭവിക്കുന്നില്ല. അതായത് മോളിക്യൂൾസിന്റെ എന്ത് ചെയ്യുന്നില്ല, യഥാർത്ഥത്തിലുള്ള സ്ഥാനമല്ലാതെ അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഇപ്പൊ ഇതാണ് നമുക്ക് വിചാരിക്കാം അല്ലെ. ഇപ്പൊ ചാലനം പ്രധാനമായിട്ടും നടക്കുന്നത് ലോഹങ്ങൾ, മെറ്റൽസിലാണ്. അപ്പൊ ഇതാണ് മെറ്റൽസിലെ മോളിക്യൂൾസ് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ടീച്ചർ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കാര്യമെങ്കിൽ, അപ്പൊ ഇവിടെ ഹീറ്റ് ഉണ്ടെങ്കിൽ ഇത് തൊട്ടടുത്ത മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇത് അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് അല്ലെ, ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കാണ് എന്ത് ചെയ്യുക, താപം പ്രേക്ഷണം ചെയ്യുക. ആ രീതിയാണ് നമ്മൾ ചാലനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏതിലാണ് നടക്കുന്നത്? മെറ്റൽസിലാണ്. രണ്ടാമത് സംവഹനം അഥവാ കൺവെക്ഷൻ. കൺവെക്ഷൻ ഇതിനകത്താണ് നടക്കുന്നതെന്ന് അറിയാവോ നിങ്ങൾക്ക്? നമ്മുടെ ഈ പറയുന്ന ദ്രാവകങ്ങളില് വെള്ളം ചൂടാക്കുമ്പോൾ, അതേപോലെ തന്നെ വാതകങ്ങളില്, ഇവയിലൊക്കെയാണ് കൺവെക്ഷൻ നടക്കാറ്. അപ്പൊ ഇവിടെയുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, കണ്ടക്ഷനെ വെച്ച് നോക്കുമ്പോൾ കൺവെക്ഷന്റെ അകത്ത് മോളിക്യൂൾസിന്റെ സ്ഥാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ ചൂടാക്കുന്ന സമയത്ത് താഴെയുള്ള മോളിക്യൂൾസിനായിരിക്കും അല്ലെ ചൂട് ആദ്യം കിട്ടുക. എന്നിട്ട് അവരെന്ത് ചെയ്യും, മുകളിലേക്ക് പോകും, മുകളിലത്തെ തന്മാത്രകൾ താഴേക്ക് വരും അല്ലെ. അങ്ങനെ ഒരു സർക്കിൾ അല്ലെ, ഒരു രീതിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ താപം ഇങ്ങനെ എന്ത് ചെയ്യും, ആ പദാർത്ഥത്തിന്റെ ഉള്ളിൽ മുഴുവൻ എന്ത് ചെയ്യും, വ്യാപിക്കും. അതാണ് സംവഹനം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? യെസ്, എന്താണ്? നമ്മുടെ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതി ഏതാണെന്നാ ചോദിച്ചത്. അപ്പൊ അതേതാടാ? വികിരണമാണ്, റേഡിയേഷൻ ആണ്. അപ്പൊ നമ്മുടെ സൂര്യനിൽ നിന്ന് നമ്മുടെ എനർജി ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലെ, താപം ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ ഏത് വഴിയാണ്? വികിരണം അഥവാ റേഡിയേഷൻ വഴിയാണ്. അപ്പൊ 3 മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറും എന്റെ മക്കൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിരവധി പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, bye bye, see you, take care.